കഥയുടെ തുടക്കത്തിലെ വളരെ ശാന്തമായിട്ടുള്ളൊരു നഗരം. അവിടെ ഒരിടത്തായിട്ട് ഒരു കാർ പാർക്ക് ചെയ്തേക്കുന്നു. ഇപ്പോൾ കാറിനകത്തുള്ള കില്ലർ ലേഡി അവന് നല്ലതുപോലെ ഇരിക്കുന്നു. അവനാണെങ്കിലോ തിരിച്ച് അവളുടെ കാലിലും കത്തിയോണ്ട് കുത്തുന്നുണ്ട്. അപ്പോഴാണ് ആ കില്ലർ ലേഡി അവനോട് ചോദിക്കുന്നത്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ തലയിലേക്ക് തോക്ക് വെച്ച് അവൻ എവിടെ വെച്ച് എന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ അവനെ കൊന്നതിന് ശേഷം അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് കറങ്ങി ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ട് അവന്റെ ശരീരം കാറിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ട് ഇപ്പോൾ വലിച്ചെടുത്ത് എവിടേക്കോ കൊണ്ടുപോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആ കൊലയാളി സ്ത്രീ അവിടെ നിന്ന് നടന്ന് നേരെ വരുന്നത് ഈ സിറ്റിയുടെ തെരുവ് ഭാഗത്തേക്കാണ്. അവിടെയാണ് അനാഥരായിട്ടുള്ള ആളുകളും ഈ ഒരു ഭിക്ഷക്കാരെല്ലാം താമസിക്കുന്നത്. ആ സ്ഥലത്ത് ഒരു വാൻ കിടപ്പുണ്ട്, കേടായിട്ടുള്ള. ആ വാനിലാണ് ഈ സ്ത്രീ ജീവിക്കുന്നത്. ഇപ്പോ ആ ഒരു വാൻ തുറക്കുന്നതും അതേ സ്ഥലത്തുള്ള 2 കുട്ടികൾക്ക് ഈ സ്ത്രീയെ അറിയാം. അവര് രണ്ടുപേരും കുറെ നാളായിട്ട് ഈ ലേഡിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിയ ആ ഒരു കില്ലർ വാനിനകത്ത് കയറിയിട്ട് ബാൻഡേജും മറ്റു കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാം എടുത്ത് അവരുടെ കാലിലെ ആ ഒരു മുറിവുണ്ടല്ലോ അത് സ്വയം വെച്ച് കെട്ടുന്നു. എന്നിട്ട് സ്റ്റാപ്ലർ എല്ലാം അടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചിട്ട് അതിനകത്തിരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു പാഴ്സൽ വന്നതുപോലെ ആ ഒരു ബാഗ് എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് എന്തോ ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് ഒരമ്മയുടെയും മകന്റെയും ഫോട്ടോയും കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അതും 5 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ 5 വർഷങ്ങൾക്ക് മുന്നേ കാണിക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു കൊലയാളി സ്ത്രീയല്ലേ, അവര് സാധാരണ ഒരു വീട്ടമ്മയാണ്. പേര് റെയിലി. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പൊ ഹീറോയിൻ തന്റെ മകളായിട്ടുള്ള കാർലീനെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും കാർലിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയും അവളുടെ അമ്മയും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കാർലിയും ആ ഒരു കുട്ടിയും വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞ് ഹീറോയിനോട് സംസാരിക്കുകയാണ്. അതുമല്ലാതെ വേറെ എന്തോ ഒരു യാത്രയുടെ കാര്യവും ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇവരും വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹീറോയിന്റെ ഭർത്താവായിട്ടുള്ള ക്രിസിനെയാണ്. ഇപ്പോൾ ക്രിസ് ഒരു സാധാരണ ജോലിയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. അങ്ങനെ അവൻ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഹീറോയിനും കാർലിയും വരുന്നു. രണ്ടുപേരെ കാണുന്നതും അവൻ നേരെ വീട്ടിലേക്ക് ഇറങ്ങി അവരോട് സംസാരിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇന്നൊരു 4:30 ആകുമ്പോൾ തന്നെ വീട്ടിലേക്ക് വരണം. അപ്പൊ ക്രിസ് പറയും, എന്തായാലും ഞാൻ വരും, കാരണം ഇന്ന് കാർലിയുടെ ബർത്ത്ഡേ അല്ലേ. അല്ല, ഇന്ന് ആരൊക്കെ വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ കാർലി പറയും, എന്റെ എല്ലാ സുഹൃത്തുക്കളും ഇന്ന് വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞ് ഹീറോയിൻ കാർലിനെ അവിടെ നിർത്തിയിട്ട് അവൾ നേരെ അടുത്തുള്ള ബാങ്കിലേക്ക് പോവാണ്. എന്തോ ഒരു പണത്തിന്റെ കാര്യമായിട്ടാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ബാങ്ക് സ്റ്റാഫ് പെട്ടെന്ന് തന്നെ ബാങ്ക് ക്ലോസ് ചെയ്തിട്ട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ തന്റെ മകൾക്ക് എന്തോ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പണം എടുക്കാൻ പോകുന്നത്. ആ കാര്യം പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. അതേസമയം ഇവിടെ ക്രിസിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ക്രിസിന്റെ ഒരു സുഹൃത്തുണ്ട്, മിക്കി എന്ന് പറഞ്ഞിട്ട്. അവൻ ഇപ്പോൾ ക്രിസിനോട് സംസാരിക്കുന്നു. എന്താന്ന് വെച്ചാല്, ഹേയ് ക്രിസ്, ഒരു 10 മിനിറ്റ്, അത്ര സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബം രക്ഷപ്പെടും. നിന്റെ മകൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം, നിന്റെ മകൾക്ക് നല്ലൊരു ഫ്യൂച്ചർ, നിനക്ക് പുതിയൊരു വീട്. എനിക്കും അതേ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിത് ചെയ്യാന്ന് പറയുമ്പോൾ ക്രിസ് പറയും, ഇല്ല മിക്കി, എനിക്കിത് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ, ഏയ് കുറച്ച് നേരത്തേക്കല്ലേ, നമ്മൾ രണ്ടുപേരുടെയും ഫ്യൂച്ചർ തന്നെ മാറും. അതുകൊണ്ട് നീ എന്തായാലും ഇത് എന്നോടൊപ്പം ചെയ്താൽ മതി, ഈ ഒരൊറ്റ തവണത്തേക്കെന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ് മിക്കി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും ഹീറോയിൻ ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ടാണ് അവൾ അകത്തേക്ക് വരുന്നത്. വന്ന് നോക്കുമ്പോൾ അകത്തേക്ക് വന്നിട്ട്, ഹേയ് സോറി, ഞാൻ വരെ ലേറ്റായി, എല്ലാവരും വന്നു എന്ന് ചോദിക്കുന്നതും അവിടെ ഒരു ഒറ്റ മനുഷ്യർ പോലും വന്നിട്ടില്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല എന്തു പറ്റി, ആരും വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നല്ല, ഇതിനു മുന്നേ ഹീറോയിനായിട്ട് വഴക്കിട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് വേറെ എന്തോ ഒരു കാര്യമായിട്ട് അവരുടെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും അവിടേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ കാർലിയുടെ ബർത്ത്ഡേക്ക് ആരും വരാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു വിഷമത്തിലാണ് കാർലി ഇരിക്കുന്നത്. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളോട് പറയും, ശരി കാർലി, ഇതിപ്പോ ക്രിസ്മസ് ദിവസമല്ലേ, കാരണം ഈ ഒരു ഫ്ലാഷ് ബാക്ക് നടക്കുന്നത് ഡിസംബറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അടുത്തുള്ള ആ ഒരു പാർക്കിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ 3 പേരും അവിടെയുള്ള എല്ലാ റൈഡുകളിലും കയറി ഇറങ്ങുന്നു, നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നു. അവസാനം ഐസ്ക്രീം എല്ലാം കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ കാർലിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ 3 പേരും അവിടെ നിന്ന് പോകാനായിട്ട് റെഡിയാവുകയാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ക്രിസ് മിക്കിയെ വിളിച്ചിട്ട്, ഹേയ് മിക്കി, എന്നെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല, ഞാനിപ്പോ വീട്ടിലില്ല, ഞാൻ പുറത്തു പോവാണ്, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്നും വിട്ടേക്കെന്നും പറഞ്ഞ് അവൻ ഫോണും കട്ട് ചെയ്തിട്ട് ഫാമിലിയോടൊപ്പം പുറത്തേക്ക് പോകുന്നു. അതേസമയം ഇവരുടെ വീടിന് വെളിയിലായിട്ട് കാറിൽ ഒരുത്തൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഇവർ പോകുന്നതും അവനിപ്പോൾ ആരോട് എന്തോ വിളിച്ചു പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് മിക്കി എന്ന് പറഞ്ഞിട്ട് ക്രിസിന്റെ ആ ഒരു സുഹൃത്തിനെ ആരൊക്കെയോ പിടിച്ച് കെട്ടിയിട്ടേക്കുന്നു. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. മിക്കി ക്രിസിനോട് പറഞ്ഞ ആ ഒരു ജോലി എന്താണെന്നറിയോ, ഡ്രഗ് കടത്തുക എന്നുള്ളത്. അത് ഒരു വട്ടം കടത്തി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പണം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ക്രിസ് അതിന് തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഈ ഡ്രഗ് ഡീലർമാരുണ്ടല്ലോ, അവർക്ക് നല്ല നഷ്ടം വന്നു. അതുകൊണ്ട് മിക്കിയെ പിടിച്ചു വെച്ച് അവർ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അതിലെ ഡിയാഗോ എന്ന് പറഞ്ഞിട്ട് ഇവനാണ് ഇവരുടെ ലീഡർ. അവനിപ്പോ മിക്കിയോട്,
ദേ ഈ പണത്തിന് വേണ്ടിയിട്ടല്ലേ നീ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞ് നിന്റെ സുഹൃത്ത് എന്തായാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാട് എന്നും പറഞ്ഞിട്ട് സംസാരിച്ച് അവന്റെ പുറകിലേക്ക് വന്ന ഒരു കത്തി വാങ്ങി മിക്കിയെ ഒരു ഒറ്റ വിട്ട് മിക്കിയെ അവൻ കൊന്നു. അപ്പോഴേക്കും നമ്മുടെ ക്രിസിന്റെ പുറകെ കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ ക്രിസിനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇത്രയും വലിയ നഷ്ടം വന്നതുകൊണ്ട് തന്നെ അവൻ പറയും അവൻ എന്തായാലും വെച്ചേക്കണ്ട, ഇനി ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണമെന്നും പറഞ്ഞ് അവനെ കൊല്ലാൻ പറയും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ, അവളുടെ മകള് ക്രിസ്, ഇവരെല്ലാവരും ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും അറിയാതെ അവർ നല്ലതുപോലെ ആ ഒരു പാർക്കിൽ എൻജോയ് ചെയ്യാണ്. എന്നിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക സ്റ്റുഡിയോ ആണ്. അതിൽ പല പോസുകളിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഒരു ഫോട്ടോസ് എല്ലാം എടുത്ത് ഇവർ എൻജോയ് ചെയ്യുമ്പോൾ ഈ ഒരു പാർക്കിന് വെളിയിലായിട്ട് ഇവരെ കൊല്ലാനായിട്ടുള്ള 3 പേര് കാറിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇവർ 3 പേരും അവിടേക്ക് വന്നിട്ട് ആ ഒരു കാറിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവളുടെ മകള് ക്രിസ് ഇവർ 3 പേരും വെളിയിലേക്ക് വന്ന് ഒരു ഐസ്ക്രീം വണ്ടിയിൽ നിന്നും ഐസ്ക്രീം വാങ്ങാണ്. ഇപ്പൊ ഈ ഒരു ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകാനായിട്ട് നിൽക്കാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവർ എല്ലാം വാങ്ങിയിട്ട് അവർ തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഇവരോട് പറയും ഞാനൊരു ടിഷ്യൂ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ തിരിച്ച് ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ക്രിസും കാർലിയും മാത്രമാണ് മുന്നിലേക്ക് നടന്നു വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു വരുമ്പോൾ ഈ കാറിലുള്ള 3 പേരുണ്ടല്ലോ, അത് കാറിലിരിക്കുന്ന 2 പേര് തോക്കെടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു. കാർ ഓടിച്ച് ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും ഇവർ 2 പേരും നമ്മുടെ ക്രിസിനെ ഷൂട്ട് ചെയ്യും. ക്രിസ് ആണെങ്കിലോ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി അവളെ എടുത്ത് കയ്യിലേക്ക് വെക്കുമ്പോൾ ബുള്ളറ്റ് കാറിലേക്കും കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഓടി ഇവരുടെ അടുത്തേക്ക് വരുന്നതും അവൾക്കും ബുള്ളറ്റും കൊണ്ട് അവളും താഴെ വീഴുന്നു. അങ്ങനെ ഈ വണ്ടിയിൽ വന്ന 3 പേരും ഇവരെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഹീറോയിൻ ഇഴഞ്ഞിഴഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ തന്റെ മകളും ഭർത്താവും അവിടെ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ അവള് അവിടെ ഇരുന്ന് കരയാണ്. എന്തിനാണ് ഇവന്മാർ ആ ഒരു കൊച്ചിനെ കൊന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പോലീസ് വരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഉടനെ തന്നെ ആംബുലൻസിലേക്ക് കയറ്റിയിട്ട് അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഹീറോയിന്റെ ഷോൾഡറിലെങ്ങാണ്ടാണ് ബുള്ളറ്റ് കൊണ്ടത്, അതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞു. കാരണം ഇത്രയും നാള് ഹീറോയിൻ കോമയിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവളെ കാണാൻ വന്നിട്ടുള്ളത് ഡിറ്റക്റ്റീവായിട്ടുള്ള സ്റ്റാനാണ്. അവൻ വന്ന് അവനെ പരിചയപ്പെടുത്തി നിങ്ങളുടെ നഷ്ടത്തിലേ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയുന്നതും ഹീറോയിൻ അത് ഓർത്ത് വീണ്ടും കരയാണ്. വേറെ ഒന്നുമല്ല, അവളുടെ ഭർത്താവ് പിന്നെയും കുഴപ്പമില്ല, ആ ഒരു കുഞ്ഞു മരിച്ചതാണ് ഇപ്പൊ കാണുന്നത് എനിക്കും പെട്ടെന്ന് സഹിക്കാൻ കഴിയാത്തത്. എന്നിട്ട് സ്റ്റാൻ പറയും ഓക്കെ 3 പ്രതികൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ സംഭവം നടക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ ഭർത്താവ് ഒരു ഡ്രഗ് ഡീലർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഭർത്താവും ഭർത്താവിന്റെ സുഹൃത്തും ഈ ഡ്രഗ് കടത്താന്നുള്ള രീതിയിൽ അവർക്ക് വാക്ക് കൊടുത്തു. പക്ഷെ നിങ്ങളുടെ ഭർത്താവ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ആ ദേഷ്യത്തിലാണ് അവര് നിങ്ങളോട് ഇത് ചെയ്തത്. അപ്പോൾ ഹീറോയും പറയും ഇല്ല എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല, അവന്റെ ഫോണിൽ നിന്നും അവന്റെ സുഹൃത്തിന് അയച്ച ഒരു മെസ്സേജ് ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ ഈ കേസിൽ വേറെ സാക്ഷികൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ 3 പ്രതികളും എന്തായാലും രക്ഷപ്പെടും. ഇപ്പോൾ സാക്ഷികളില്ലാതെ ഞങ്ങൾക്ക് ഈ കേസിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ നല്ലതുപോലെ കരയുന്നത് കാണുന്നതും ആ ഡോക്ടർ പറയും ഡിക്റ്റേറ്റീവ് പ്ലീസ് നിങ്ങളൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഹീറോയിന്റെ കയ്യിൽ അവൻ ആ ഒരു ഫോട്ടോ കൊടുക്കും. ഇവർ ഗ്രൂപ്പായിട്ട് എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് കാണുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. അങ്ങനെ അവൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ 3 പ്രതികളുണ്ടല്ലോ, അവരെ 3 പേരും കാറിൽ പോകുന്ന ആ ഒരു കാര്യം ഈ ഭർത്താവിനെ അവർ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ 3 പേരുടെയും മുഖവും അവൾക്ക് നല്ലതുപോലെ വ്യക്തമാവുന്നുണ്ട്. ഇത് മനസ്സിലാക്കി അവള് ആ ഡിറ്റക്റ്റീവിനെ വിളിച്ചു നിർത്തിയിട്ട് എനിക്ക് അവരെ 3 പേരെ അറിയാമെന്ന് പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ നേരെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ കുറ്റവാളികളെല്ലാം നിർത്തും. എന്നിട്ട് ഇതിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ ഒരുത്തനുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നിർത്തുമ്പോൾ അതിൽ നിന്ന് ഒരുത്തനെ കണ്ടുപിടിക്കുന്നു, അതും കറക്റ്റാണ്. അത് കഴിഞ്ഞ് 3ാമത്തെ ഒരു ഗ്രൂപ്പ്, അതിലും 3ാമനായിട്ടുള്ള ഒരുത്തനുമുണ്ട്. അപ്പൊ ഇവരെ 3 പേരെയും കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഡിറ്റക്റ്റീവിന്റെ ചീഫ് അതേപോലെ തന്നെ ഡിറ്റക്റ്റീവ് ചോദിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇവർ 3 പേരാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അതെ ഇവർ 3 പേര് തന്നെയാണെന്ന് പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും ആ ഡിറ്റക്റ്റീവും അതേപോലെ തന്നെ അയാളുടെ ചീഫ് ഉണ്ടല്ലോ, ഇവര് 2 പേരും വെളിയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ആ ചീഫ് ഡിറ്റക്റ്റീവിനെ നോക്കിയിട്ട് ദേ ഈ ബാഡ്ജ് കണ്ടോ, ഇതൊരു പോലീസുകാരന്റെ ബാഡ്ജാണ്. ഇപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഡ്രഗ് ഡീലറിന്റെ നേതാവിനെ അന്വേഷിച്ച് പോയപ്പോൾ ഈ പോലീസുകാരനെ അവർ കൊന്നു. അങ്ങനെ കിട്ടിയ ബാഡ്ജാണിത്. അതുകൊണ്ട് ഈ കേസിൽ നീ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്നവൻ്റെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വെറുതെ ആ ഒരു കേസിൽ നേതാവിനെ അന്വേഷിച്ച് പോയിട്ട് പ്രശ്നത്തിൽ പെടരുതെന്ന് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ തന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് നിൽക്കാണ്. കാരണം ഈ വീട്ടിൽ ഒരിക്കലും ഇനി ഹീറോയിനെ താമസിക്കാണ്ട് കഴിയത്തില്ല. അങ്ങനെ ആ വിഷമത്തിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോൾ വീടിനകത്തേക്ക് ഒരാൾ കയറി വരുന്നു. ഹീറോയിൻ ഇപ്പോൾ അയാളെ കണ്ടിട്ട് അല്ല ആരാ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാനൊരു സുഹൃത്താണ്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് ഇപ്പൊ ഇതാരാണെന്ന് വെച്ചാൽ ഇത് വേറെ ആരുമല്ല, ഇതൊരു വക്കീലാണ്. ഇപ്പോൾ ഹീറോയിനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങളുടെ ഫാമിലി മരിച്ചവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല.
നിങ്ങൾ ഇനി മറ്റൊരു നാട്ടിലേക്ക് മാറിയിട്ട് പുതിയൊരു ജീവിതം, പുതിയൊരു വീട്, പുതിയ ഓർമ്മകളായിട്ട് ജീവിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ കേസിന്റെ പിറകെ പോയിട്ട് നിങ്ങൾക്ക് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഈ കേസിന്റെ പിറകെ പോകാതെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നും പറഞ്ഞ് ഹീറോയിന് കുറച്ച് പണം എടുത്ത് വെച്ചു കൊടുക്കും. ഇതിലൂടെ തന്നെ മനസ്സിലായി ഇത് വില്ലന്റെ ആളാണെന്ന്. ഇതുകൂടി കാണുമ്പോഴത്തേക്കും ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട്, സോറി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഇപ്പൊ തന്നെ പോകണമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ഹീറോയിൻ കഴിക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. കാരണം കുറെ നാൾ അവള് കോമയിലായിരുന്നല്ലോ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മകളെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണത്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും, ഓ ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു മരുന്നെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. അപ്പോൾ ആ വക്കീല് പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മാറുന്നതായിരിക്കും നല്ലത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ജീവിക്കാൻ കഴിയും, വെറുതെ പ്രശ്നത്തിലാവരുതെന്ന് പറയുമ്പോൾ ഹീറോയിൻ ദേഷ്യപ്പെട്ട് ആ ഒരു പണം എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയും. അപ്പോൾ അയാൾ പറയും, ഓക്കെ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞങ്ങൾ എല്ലാവർക്കും പണം കൊടുക്കും, അതിലൂടെ ഈ കേസ് നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, അത് ഓർമ്മയിൽ വെച്ചോന്നും പറഞ്ഞ് ആ വക്കീല് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിലെ ഈ കേസ് കോടതിയിൽ നടക്കുന്നു. ഇവിടെ വെച്ചിട്ട് അവസാനമായിട്ടും എതിർഭാഗം വക്കീലുണ്ടല്ലോ, അയാള് ഹീറോയിന്റെ വീട്ടിൽ വന്ന അതേ വക്കീൽ തന്നെയാണ് ഇപ്പോൾ ഹീറോയിനോട് ചോദ്യം ചോദിക്കുകയാണ്. അവസാനത്തെ ഒരു ചോദ്യം, നിങ്ങൾ ഈ കാറിലുള്ള 3 പ്രതികള് അവര് പുറത്തിറങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഹീറോയിൻ പറയും ഇല്ല. ഓക്കെ, അനങ്ങിക്കൊണ്ടിരുന്ന കാറ് എപ്പോഴെങ്കിലും നിർത്തിയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല. അപ്പോൾ ആ വക്കീല് പറയും, ഓ എന്നിട്ടും നിങ്ങൾ എൻ്റെ ഈ 3 ക്ലയൻസിനെയും കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയും അതെ, അത് അവർ തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആ ഒരു ജഡ്ജി ഉണ്ടല്ലോ, അയാളും ഈ വക്കീലിനെ സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും ഇല്ല, അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ വക്കീൽ പറയും അതെ അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം നിങ്ങൾ നിലവിലെ 1-ലധികം ആന്റി സൈക്കോട്ടിക് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അതും ഓർമ്മ നിലനിർത്താൻ വേണ്ടി. ആ ഒരു അപകടത്തിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റിയിരുന്നു. കൂടാതെ നിങ്ങൾ കണ്ടെന്ന് പറയുന്ന ആ ഒരു കാറ് എവിടെ നിർത്തിയിട്ടില്ല, 20 കിലോമീറ്റർ വേഗതയിലായിരുന്നു ആ ഒരു കാർ സഞ്ചരിച്ചിരുന്നത്. അതും അത്രയും ദൂരം നിന്ന് നിങ്ങൾ 3 പേരെയും വ്യക്തമായിട്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും അപകടം സംഭവിച്ചിട്ട് 3 മാസം കോമയിൽ കിടന്ന് നിങ്ങൾ ഇപ്പോഴും ഓർമ്മയ്ക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്ര ഓർമ്മയുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് ഈ വക്കീൽ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയുമില്ല, അവർ തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഹീറോയിന് വേണ്ടി വാദിക്കേണ്ട ആ ഒരു വക്കീലുണ്ടല്ലോ, ആ ഒരു വക്കീൽ പോലും ഇതിനെതിർത്ത് ഒന്നും മിണ്ടുന്നില്ല, അയാളും തല ഉരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും ആ കോടതിക്കകത്തുള്ള പലർക്കും ഈ വില്ലന്റെ ആളുകൾ പണം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇതിനെതിരായിട്ട് സംസാരിക്കാൻ പോകുന്നില്ല, എല്ലാവരും വില്ലനാണ് സപ്പോർട്ടുള്ളത്, കൂടാതെ ആ ഒരു ജഡ്ജി വരെ. അതുകൊണ്ട് ഈ കേസിന് ഈ കൂടുതൽ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ ദേഷ്യപ്പെട്ട് ആ ഒരു ജഡ്ജിയോട് സംസാരിക്കുന്നതും ജഡ്ജി തിരിച്ച് ഹീറോയിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അതേപോലെ ഹീറോയിന് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെ 3 പേരെ അടിക്കാനായിട്ട് വരുന്നതും ഇപ്പോൾ പോലീസുകാർ വന്ന് ഹീറോയിനെ പിടിച്ച് അവളുടെ ദേഹത്തേക്ക് ഈ ഒരു ഷോക്ക് കൊടുക്കുന്ന തോക്കുണ്ടല്ലോ അത് വെച്ചിട്ട് ഷോക്ക് കൊടുക്കുന്നു. കൂടാതെ ആ ഒരു ജഡ്ജി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവർക്ക് മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഹീറോയിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഇതുപോലൊരു ക്രൂരത ഹീറോയിന് കിട്ടിക്കഴിഞ്ഞാൽ ഹീറോയിൻ എന്ത് ചെയ്യണം? അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അപ്പോഴാണ് ആ ഒരു ഡിറ്റക്റ്റീവ് അവിടേക്ക് വന്നിട്ട് 2 സ്റ്റാഫിനോട് പറയും, ഹേയ് അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവരുടെ കൈയൊന്നും കെട്ടണ്ട എന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ അകത്തേക്ക് കടത്തുന്നതും ഈ ഒരു ഡിറ്റക്റ്റീവും അവളോടൊപ്പം തന്നെ ആ ഒരു വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ആ ഡിറ്റക്റ്റീവ് ഹീറോയിനോട് പറയും, ഈ സൈക്കാട്രിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്രയും പേടി സ്വപ്നമാണ്. എന്നിട്ട് ഡിറ്റക്റ്റീവ് പറയും, ഓക്കെ ഞാൻ ഒരാളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് എടുക്കുമ്പോൾ ഈ സമയം കൊണ്ട് ഹീറോയിൻ അടുത്തിരിക്കുന്ന ഒരു സിലിണ്ടർ എടുത്ത് ആ ഡിറ്റക്റ്റീവിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, എന്നിട്ട് ഈ ഒരു ആംബുലൻസിന്റെ ഡോറും തുറന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അത് കരഞ്ഞുകൊണ്ട്, കാരണം തന്റെ കുടുംബത്തിന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല, എങ്ങനെ ഇതിനെതിരെ പോരാടും എന്നുള്ള ആ ഒരു ചിന്തയിലെല്ലാം ഹീറോയിൻ നല്ലതുപോലെ ഓടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിറ്റക്റ്റീവ് അതേപോലെ തന്നെ അവന്റെ ചീഫ് ഇവർ രണ്ടുപേരും ഒരു സെമിത്തേരിയിലേക്ക് വരുന്നു. അവിടെ വരുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ ഭർത്താവിനെയും മകളെയും അടക്കിയിരിക്കുന്ന ആ ഒരു കല്ലറയുണ്ടല്ലോ അതിനടുത്ത് ഹീറോയിൻ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു രക്തം അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ആ ഒരു പോലീസുകാരെ, ഓക്കെ അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്ന് പറയുന്നതും ഇപ്പൊ ഇത്രയും ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് സ്റ്റാൻ ഇപ്പൊ തന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അവൻ നടന്ന് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വലിയൊരു വീലുണ്ട്. അതിന് മുകളിലേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു 3 പേരെ തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. അത് അവർ 3 പേരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യാമറ അങ്ങനെ ഓരോരുത്തരുടെ മുഖത്തിനടുത്തേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ ഫാമിലിയെ ഷൂട്ട് ചെയ്ത് കൊന്ന 3 പേരുണ്ടല്ലോ, അവര് 3 പേരെയാണ് ഈ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. അപ്പൊ ഇതിലൊരുത്തനാണ് ഹീറോയിൻ ആ ഒരു കാറിൽ വെച്ച് കൊല്ലുന്ന സീൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ FBI-യിലെ ഒരു FBI ഓഫീസറായിട്ടുള്ള ലിസ അവരുടെ അടുത്തേക്ക് ഈ ഒരു കേസ് എത്തുകയാണ്. ഇപ്പൊ അവര് രണ്ടുപേരും ഈ കേസിനെ പറ്റി മനസ്സിലാക്കുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവിനുണ്ടല്ലോ
അവരെ FBI വിളിക്കുന്നു. എന്നിട്ട് ഇവരെല്ലാവരും ഈ കേസിനെ പറ്റി സംസാരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു വാനിനകത്തിരുന്നിട്ട് തന്റെ കാലിലെ മുറിവെല്ലാം വെച്ച് കെട്ടി. ഈ വാനിനുള്ളിലാണെങ്കിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്, തോക്ക്, ബോംബ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം ഒരു ബാഗിലേക്ക് പാക്ക് ചെയ്ത്, അതേപോലെ തന്നെ വയറ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതെല്ലാം ഒരു ബാഗിലേക്കാക്കി അവള് ഡ്രസ്സ് മാറി അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ ആ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ ആളുകളാണെങ്കിലോ ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ FBI-യും അതേപോലെ തന്നെ ഈ ഡിറ്റക്റ്റീവും ഇവരെല്ലാവരും നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ FBI ഓഫീസറായിട്ടുള്ള ലിസ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള റെയിലി ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവൾ ജോലി ചെയ്യുന്ന ബാങ്കിലേക്ക് പോയിട്ട് ബാങ്ക് കൊള്ളയടിച്ചു. അതും $55,000 അവൾ മോഷ്ടിച്ചത്. അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് കേട്ടുന്നത്, ഹേയ്, നിങ്ങൾ പറയുന്നത് ആ ഒരു സെയിം ലേഡി ആയിട്ടുള്ള റെയിലിയെ പറ്റി തന്നെയാണോ? പക്ഷെ അവളെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരാൻ കാരണം അവൾ അങ്ങനെ ആരെയും ശല്യം ചെയ്യാത്ത ഒരാളാണ് എന്ന് ഡിറ്റക്റ്റീവ് പറയുമ്പോൾ ലിസ പറയും, പക്ഷെ അങ്ങനെയല്ല, അവളുടെ കുടുംബത്തെ കൊന്ന 3 കൊലയാളികളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. 5 വർഷങ്ങൾക്ക് മുന്നേ അവളെ കാണാതായി. ഇപ്പോൾ വീണ്ടും അവളെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയത്തില്ലേ എന്ന് ലിസ ചോദിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ നിൽക്കുന്നത് ഹീറോയിന്റെ ആ ഒരു കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ഉണ്ടല്ലോ അയാളുടെ വീട്ടില് കാണിക്കുമ്പോൾ അയാളെ ഒരു ചെയറിൽ കെട്ടിയിട്ട് അയാളുടെ വായും ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് ഒരു ചുറ്റിയലും അതേപോലെ തന്നെ 2 ആണിയെടുത്ത് മുന്നിലേക്ക് വെക്കും. വേറെ ഒന്നുമല്ല, ഈ ജഡ്ജി അവരുടെ ആളായതുകൊണ്ട് തന്നെ കാശ് വാങ്ങിയിട്ടാണല്ലോ ഈ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് അയാളെയും കൊല്ലാൻ പോവാണ്. പക്ഷെ ജഡ്ജിക്ക് ഇപ്പോൾ മറ്റൊരു അവസരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആരാണ്, എന്റെ പേരെന്താണെന്ന് ഒന്ന് ഓർത്ത് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്തായാലും വെറുതെ വിടാം എന്ന് പറയുമ്പോൾ ആ ജഡ്ജിക്ക് അവളുടെ പേര് പോലും ഓർമ്മയില്ല. അതുകൊണ്ട് ഇത്ര അഴിമതിക്കാരനായിട്ടുള്ള ഒരു ജഡ്ജി ഇനി എന്തായാലും നമ്മുടെ നാട്ടിൽ വേണ്ടാന്നും പറഞ്ഞ് ഇപ്പൊ അവന്റെ റൂമിനകത്ത് ഒരു ചെറിയ പാവയുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഹീറോയിന്റെ മകളുടെ ഓർമ്മ വരും. അങ്ങനെ ആ ഒരു പാവയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ജഡ്ജിയുടെ ദേഹത്ത് വയറും കാര്യങ്ങളൊക്കെ ചുറ്റി വെച്ചിട്ട് അത് ബോംബായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ പാവയും കൊണ്ട് ജഡ്ജിയോട് യാത്രയും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് ജഡ്ജിയുടെ 2 കൈയിലും ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൈ അനക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ ജഡ്ജി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നതും ഇപ്പോൾ ഹീറോയിൻ വെളിയിലേക്ക് പോയിട്ട് ഒരു ബസ്സിലേക്ക് കയറും. അങ്ങനെ ബസ്സിലേക്ക് കയറി സീറ്റിലേക്ക് വന്നിരുന്ന സാധനങ്ങളെല്ലാം താഴേക്ക് വെച്ച് ഇപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അവളൊരു ഫോൺ എടുത്തിട്ട് അതിലേക്ക് കോൾ ചെയ്യുന്നു. നോക്കുമ്പോൾ ജഡ്ജിയുടെ വീട്ടിലുള്ള അതേ ഫോൺ അത് ആ ബോംബുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ കോള് കട്ടാവുമ്പോഴത്തേക്കും ബോംബ് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ഹീറോയിൻ ആ ഒരു കോള് കട്ട് ചെയ്യുന്നതും ബോംബ് പൊട്ടിത്തെറിച്ച് ജഡ്ജിയുടെ കാര്യം തീർന്നു. അതേസമയം ഇവിടെ ആ ഒരു FBI ഏജന്റും അതേപോലെ തന്നെ ഇവരും കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയിൻ 5 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് കാണാതായി. അത് കഴിഞ്ഞിട്ട് അവൾ പല രാജ്യങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. കുറേ നാൾ അവിടെ ഇവിടെ എല്ലാം താമസിച്ച അവസാനം മലേഷ്യയിൽ വെച്ച് ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനിൽ വെച്ചിട്ടാണ് അവളെ അവസാനമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും അവളൊരു ബോക്സിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത്, അത് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ബോക്സിംഗ് നല്ല നല്ല ഉഗ്രൻ ഇടിയാണ്, അതിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ ഈ 5 വർഷങ്ങൾക്ക് ശേഷം ഇതേ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഈ ബാങ്കിൽ നിന്ന് മോഷിച്ച പണമായിട്ട് അവൾ നേരെ പോയിട്ടുള്ളത് ഈ തോക്കുകളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് കറക്റ്റായിട്ട് അവൾക്ക് അറിയാവുന്ന തോക്കുകൾ തിരഞ്ഞെടുത്ത് ഒരുപാടെണ്ണം അവൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 5 വർഷങ്ങൾ കൊണ്ട് അവൾ നല്ലതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് തിരിച്ചു വന്ന് ഈ തോക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ട്രെയിനഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുമല്ല, ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ? ഡിസംബർ 15 അവളുടെ ഫാമിലിക്ക് ഈ വിധി പറഞ്ഞ ആ ഒരു ദിവസം എന്നുകൂടി പറയുന്നതും ഓക്കെ, കറക്റ്റായി, എന്തായാലും ഹീറോയിൻ തന്നെയാണ് കൊലയാളി എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഏകദേശം മനസ്സിലായി. അപ്പോഴേക്കാണ് നമ്മുടെ ഡിറ്റക്റ്റീവിന് ഒരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു ജഡ്ജി മരിച്ച കാര്യമുണ്ടല്ലോ അതാണ് പറയുന്നത്. ഇതുകൂടിയാവുന്നതും ഇവർക്ക് കൺഫേം ആയി എന്തായാലും ഹീറോയിൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, ആ ഒരു ഡ്രഗ് ഡീലർ ആയിട്ടുള്ള അവന്റെ അടുത്ത് കാണിക്കുമ്പോൾ ഹീറോയിൻ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വില്ലന്റെ സഹായി നേരെ അകത്തേക്ക് വന്ന് ഈ വില്ലനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ വില്ലനാണെങ്കിലോ പുതിയൊരാളായിട്ട് പുതിയൊരു ഡീലിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വില്ലനെ മാറ്റി നിർത്തി ഇതുപോലെ നമ്മൾ പണം കൊടുത്ത ആ ഒരു ജഡ്ജി, പിന്നെ നമ്മുടെ കൂടെയുള്ള ആ ഒരു 3 പേര് എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ അല്ല, ആരായിരിക്കും അവരെ കൊന്നത് എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. ഒരുപക്ഷെ ആ സ്ത്രീ ആയിരിക്കാം എന്നുള്ള രീതിയിൽ ഇവർ പറയുമ്പോഴത്തേക്കും ആ ലീഡർ പറയും, ശരി, അങ്ങനെയാണെങ്കിലേ അവളുടെ കാര്യം ഒന്ന് നോക്കിയേക്കെന്നും പറഞ്ഞ് ആ സഹായിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഈ ഒരു ഡീലറുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് അയാളെ വശത്താക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൾ ഇവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പെണ്ണിന്റെ കണ്ണില് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് ഇവളെ നിർബന്ധിച്ചാണ് ഈ സ്ഥലത്ത് നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഈ ബസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീറ്റിൽ വേറൊരു പെൺകുട്ടിയും അവളുടെ അച്ഛനും ഇരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു പാവയെ കണ്ടിട്ട് ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു പാവ എടുത്ത് ഈ പെൺകുട്ടിക്ക് കൊടുക്കും. എന്നിട്ട് ഇത് നിന്റെ അച്ഛനാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതെ, എപ്പോഴും മദ്യപിക്കും, എന്നിട്ട് ഇങ്ങനെയാണ്, ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ
ഹീറോയിൻ അത് കേട്ടിട്ട് എന്തോ പോലെയായി. ഇപ്പൊ തനിക്കൊരു കുട്ടിയെ ഇല്ലാത്ത വിഷമാണ് ഹീറോയിന്. പക്ഷെ ഒരു കുട്ടി ഉണ്ടായിട്ടും അതിനെ നല്ലതുപോലെ നോക്കാത്ത ഒരുത്തനാണ് അവൻ. അങ്ങനെ കുറെ ദൂരം പോയിട്ട് ഇപ്പോൾ ബസ് ഒരിടത്തേക്ക് നിർത്തുന്നതും ആ ഒരു അച്ഛനും മകളും വെളിയിലേക്ക് ഇറങ്ങുന്നു. ഹീറോയിൻ അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു അച്ഛനാണെങ്കിലോ ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് നേരെ പോകുന്നത് ഒരു മദ്യ ഷോപ്പിനടുത്തേക്ക്. എന്നിട്ട് ആ പെൺകുട്ടിയെ വെളിയിൽ നിർത്തി അയാൾ വീണ്ടും മദ്യം വാങ്ങിക്കാനായിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഇത് കണ്ട ഹീറോയിൻ നേരെ അതിനകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചൊരു ഒറ്റയിടി ഇടിച്ച് താഴേക്കിട്ട് തോക്കെടുത്ത് അവൻ്റെ അടുത്തേക്ക് വെച്ചിട്ടാണ് പറയുന്നത്, ദേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് കേട്ടോണം. അപ്പോഴേക്കും ആ ഒരു ഷോപ്പിലെ അയാളാണെങ്കിലോ ഇത് കണ്ട് പേടിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവന്റെ വായിനകത്തേക്ക് തോക്ക് വെച്ചിട്ട്, ഓക്കെ ഇന്നു മുതലേ നീ പുതിയൊരു മനുഷ്യനാവാൻ പോവാണ്. ഇന്നു മുതൽ നീ മദ്യപിക്കാൻ പോകുന്നില്ല. ഇനി ഒരു കടയുടെ പരിസരത്തേക്ക് നീ വന്നു വരുത് എന്നും പറഞ്ഞ് അവന്റെ ID കാർഡ് എടുത്ത് നോക്കുമ്പോൾ വീടിന്റെ അഡ്രസ്സ് കിട്ടുന്നുണ്ട്. എന്നിട്ട് പറയും, നിന്റെ മകൾക്ക് ഇനി നല്ലൊരു ജീവിതം കിട്ടണം, അവളെ നല്ലതുപോലെ നോക്കണം. ഇതൊന്നും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ അന്വേഷിച്ച് വരും. മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അവൻ മനസ്സിലായെന്ന് പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ ആ ഒരു ഷോപ്പിന്റെ ഓണർ ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ അടുത്തേക്ക് വിളിച്ച് അവന്റെ കയ്യിൽ നിന്ന് കാറിന്റെ കീ വാങ്ങിക്കും. എന്നിട്ട് കുറച്ച് പണം എടുത്ത് വെച്ച് ദേ അതിന്റെ വാടകയായിട്ട് കൂട്ടിയാൽ മതി എന്നും പറഞ്ഞ് അവൾ ആ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ വന്നിട്ടുള്ളത് ആ ഡ്രഗ് ഡീലറിന്റെ സഹായിയായിട്ടുള്ള മറ്റൊരുത്തനെ കാണാൻ വേണ്ടി. ഇപ്പൊ അവനെ ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്കും അവൻ ഏതോ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ അതിനകത്തേക്ക് വേറെ ആർക്കും കയറാൻ കഴിയത്തില്ല. നോക്കുമ്പോഴാണ് ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ എന്തോ ഒരു തള്ളി ഇങ്ങനെ നടന്നു പോകുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോയിൻ നേരെ അവരെ പോലെ തന്നെ വേഷം കെട്ടിട്ട് ആ ഒരു തള്ളുവണ്ടിയും വാങ്ങി ഈ ബിൽഡിങ്ങിനടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കാണ് അവിടെ വെളിയിൽ നിൽക്കുന്ന രണ്ടുപേര്, ഏയ് ഇവിടേക്കൊന്നും വരാൻ പാടില്ല എന്നറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല അറിയത്തില്ല എന്നും പറഞ്ഞ് കയ്യിലുള്ള കത്തിയെടുത്ത് അടുത്ത് നിൽക്കുന്നതിന്റെ തൊടയിലേക്ക് 2-3 കുത്ത്, മറ്റൊരുത്തനെയാണെങ്കിലോ ഒരു 2 ഇടി. അങ്ങനെ ഇവരെ രണ്ടുപേരെ അടിച്ചിട്ട് ഹീറോയിൻ ഇപ്പൊ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ പണമിടപാടുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അവൻ കയറി ആ ഒരു റൂമിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും ഹീറോയിനെ കാണും. പെട്ടെന്ന് വെളിയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോയിൻ ആ ഒരു ഡോർ അടച്ചിട്ട് വെളിയിലത്തെ ആ ലോക്ക് ഉണ്ടല്ലോ അത് ഇടിച്ചങ്ങ് പൊട്ടിക്കുക. അപ്പോൾ അവർക്ക് അകത്ത് നിന്ന് തുറക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും നിർത്താതെ ഷൂട്ട് ചെയ്ത് അവസാനം ബുള്ളറ്റ് എല്ലാം തീരുമ്പോഴത്തേക്കും ഇപ്പോൾ വെളിയിൽ നിന്ന് ശബ്ദം കിട്ടി രണ്ടുപേര് അവിടേക്ക് നടന്നു വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെ ഹീറോയിൻ അവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് കഴിഞ്ഞ് പിന്നീട് അവിടെ നടക്കുന്നത് ഒരു യുദ്ധം തന്നെയാണ്. ഹീറോയിൻ ഒറ്റയ്ക്ക് നിന്ന് എത്ര പേരാണ് കൊല്ലുന്നതെന്ന് അറിയോ? അതും വേറെ ലെവലിൽ. കാരണം ഈ ഒരു 5 വർഷം കൊണ്ട് ഹീറോയിൻ വേറെ ലെവലിലാണ് ഈ ഒരു ഫൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ തോക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും നിസ്സാരമായിട്ട് എല്ലാവരെയും കൊന്നതിന് ശേഷം അവസാനം ആ മുറിക്കകത്തേക്ക് കയറിയിട്ട് അവിടെ പണം വേണ്ടുന്ന അവനുണ്ടല്ലോ അവന്റെ മൂക്കിനകത്തേക്ക് കത്തി വെച്ച് എനിക്ക് ഇന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവനിപ്പോൾ ഈ മെയിൻ ഹെഡിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എന്നിട്ട് അവൾ സാധാരണ സ്ത്രീയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കും, ഓക്കെ അവൾ പണം വല്ലതും എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ പണമൊന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല, പക്ഷേ അവൾ ആ പണമെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇത് കേൾക്കുന്ന ആ ബോസിന് എങ്ങനെയുണ്ടാവും? അത്രയും ദേഷ്യം വന്നിട്ട് അവൻ നല്ലതുപോലെ സംസാരിക്കുന്നു. എന്നിട്ട് പറയും അവളെ എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ കൊല്ലണമെന്നും പറഞ്ഞ് അവൻ ഇവരോട് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ TV ന്യൂസിലെല്ലാം കാണിക്കുമ്പോൾ ഹീറോയിനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിൽ ഇപ്പോൾ എല്ലാവരും എത്തുന്നുണ്ട്. കാരണം ഈ ഒരു കേസ് 5 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യം ഇപ്പോൾ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നത് ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ഹീറോയിനാണ് ചെയ്തതെന്നും പറഞ്ഞ് ഇപ്പോൾ ന്യൂസിലെല്ലാം ഹീറോയിന്റെ ഫോട്ടോ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. തന്റെ ഫാമിലിയെ കൊന്നവരോടുള്ള പ്രതികാരം തീർക്കാണ് ആ സ്ത്രീ എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസും FBI എല്ലാം അവിടെ വന്നിട്ട് അവരുടേതായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പൊ ആ കാര്യങ്ങളൊന്നും പറയേണ്ട അത്ര ആവശ്യമില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ വില്ലൻ ഹീറോയിൻ നേരത്തെ അന്വേഷിച്ചു വന്നല്ലോ മൂക്കിൽ കത്തി വെച്ച അവൻ അപ്പോൾ തന്നെ കൊന്നിട്ട് അവരുടെ ശരീരം വലിച്ചഴിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ഇവരെല്ലാവരും ഹീറോയിൻ ഇപ്പോൾ എങ്ങനെയാണ് ഇവരെ അന്വേഷിച്ചു വന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അവൾ ഒരിക്കലും അവനെ കൊന്നില്ല, പക്ഷേ അവൾ എങ്ങനെ അറിഞ്ഞു നമ്മുടെ ഈ ഒരു സ്ഥലം? അപ്പോൾ കൂടെയുള്ളവരുത്തം പറയും ഒരുപക്ഷെ നമ്മളെ അവൾ ഒരുപാട് ആഴ്ചയായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു വില്ലൻ ഒരു പ്ലാൻ ഇടും. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് അവൾ വരാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ഗോഡൗണിലായിരിക്കണം, അവിടെ വെച്ചിട്ട് അവളെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു പ്ലാൻ ഇടുന്നു. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ആ വില്ലൻ പറഞ്ഞതുപോലെ തന്നെ വില്ലന്റെ ഗോഡൗണിലേക്ക് പോകാനായിട്ടാണ് ഹീറോയിൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ തന്റെ കാറിലിരിക്കുമ്പോൾ മരിച്ചുപോയ അവളുടെ മകളെ വീണ്ടും അവൾ കാണുന്നുണ്ട്. ഇത് കണ്ടുപെട്ടെന്ന് തോക്കെടുത്ത് ലോഡ് ചെയ്ത് ഹീറോയിൻ ആ ഒരു ഗോഡൗണിലേക്ക് കയറാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ലിസയും അതേപോലെ തന്നെ സ്റ്റാൻഡും രണ്ടുപേരും ഹീറോയിൻ ഇതിനു മുന്നേ എവിടേക്കാണ് നിന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. കൂടാതെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കൂടാതെ ഇതിനു മുന്നേ ഹീറോയിൻ യൂസ് ചെയ്തിരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും ഹീറോയിനെതിരായിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് നിന്നതായിട്ട് അതിലൂടെ തന്നെ ഇവർക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ ഹീറോയിൻ എവിടെയാണുള്ളതെന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇവർ നോക്കുമ്പോൾ ഹീറോയിൻ ഇതുപോലെ വില്ലന്റെ ആ ഒരു ഗോഡൗൺ ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറും. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്തൊരു ഒറ്റ മനുഷ്യരില്ല, എല്ലാം കാലിയാക്കിയിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഹീറോയിന് വേണ്ടി വെച്ചൊരു കെണിയാണെന്ന്.
അകത്തേക്ക് നടന്നു ചെല്ലുമ്പോഴാണ് ഈ വയറെല്ലാം വലിച്ചു കയറ്റിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇതിനകത്ത് ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹീറോയിനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഹീറോയിൻ കാണും. അതുമല്ല ആ ഒരു ബോംബ് കൂടി ഹീറോയിൻ കാണുന്നതും വെളിയിലെ കാറിൽ 2-3 പേരുണ്ട്. അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിന് മുകളിലും ഒരുത്തൻ നിന്ന് ഹീറോയിനെ നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അപ്പോൾ ഹീറോയിൻ ഇതിനകത്ത് ബോംബുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഓടുകയാണ്. ഇങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് ഈ ബിൽഡിങ്ങിന് മുകളിലിരിക്കുന്നവരുണ്ടല്ലോ അവൻ ഇത് കാണുന്നത്. എന്നിട്ട് അവൾ അകത്തുണ്ട്. ഇപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ പറയുന്നതും ഇവർ പെട്ടെന്ന് റിമോട്ട് അമർത്തുമ്പോൾ ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഹീറോയിൻ എന്ത് സംഭവിച്ചെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോയിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിലേ അവരവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവും ലിസയും ഇതുപോലെ ഒരു ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അറിയും. എന്നിട്ട് ഇവരെല്ലാവരും അവിടേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൾക്കൊരു കുഴപ്പമില്ല. അവളിപ്പോൾ അണ്ടർഗ്രൗണ്ട് വഴി നേരെ റോഡിലേക്ക് വന്നു. എന്നിട്ട് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ഇവളെ കൊല്ലാനായിട്ട് നിന്ന 2 പേരുണ്ടല്ലോ അവർ കാറിൽ അവിടെ നിന്ന് പോകുന്നതും ഇത് കണ്ട ഹീറോയിൻ പുറകെ വരുന്ന മറ്റൊരു കാർ തടഞ്ഞു നിർത്തിയിട്ട് അതിനകത്തുള്ള ആ ഒരാളെ വലിച്ച് പുറത്തേക്കിട്ട് ഇപ്പം ആ ഒരു കാറും എടുത്ത് ഇവരുടെ പിറകെ ഫോളോ ചെയ്ത് പോവാണ്. പക്ഷെ ആ മണ്ടന്മാരറിയുന്നില്ല ഹീറോയിൻ പുറകെ വരുന്ന കാര്യം. അപ്പോൾ ആ കാറിൽ പോകുന്ന 2 പേര് അവരുടെ ബോസിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ബോസ്, അവളുടെ കാര്യം കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഇവരെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സന്തോഷം കുറച്ചു നേരം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അതേസമയം ലിസയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ഹീറോയിൻ അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ആ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ഇപ്പം അതിലൂടെ നടന്നു പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഹായ്, ഞാനൊരാളെ അന്വേഷിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അയാൾ പറയും നിങ്ങൾ ആരെ അന്വേഷിച്ചാലും ഞങ്ങൾക്കൊരു ഏഞ്ചലിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോയിനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ചിത്രം അവിടെയുള്ള ചുമരിൽ വരച്ചു വെച്ചേക്കുന്നു, ഒരു ഏഞ്ചലിനെ പോലെ. അപ്പോൾ എന്തായാലും അവിടെയുള്ളവർ ഹീറോയിനെ എന്തായാലും കാണിച്ചു കൊടുക്കത്തില്ലാന്ന് ഇതിലൂടെ തന്നെ മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ ഫോളോ ചെയ്തു പോകുന്ന 2 പേരുണ്ടല്ലോ അവരുടെ പിറകെ പോയിട്ട് അവസാനം ആ ഒരു വില്ലന്റെ വീട് കണ്ടുപിടിക്കാറായി. അങ്ങനെ ഹീറോയിൻ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വണ്ടി കൊണ്ട് നിർത്തുന്നതും ഇവർ വണ്ടി കൊണ്ട് വന്നിട്ട് ഹേയ് ഇതാരാ ഇവിടെ കാറ് റോഡിൽ നിർത്തിയേക്കുന്നേ എന്ന് ചോദിക്കുന്ന സമയം കൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിനകത്തുള്ള ഒരുത്തിനെ ആദ്യം തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. രണ്ടാമത്തവൻ്റെ ആ ഒരു കഴുത്തിൽ കത്തി കൊണ്ട് 2-3 കുത്ത്. എന്നിട്ട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അവനോട് ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ അവരുടെ കാറും എടുത്ത് അവനെയും കൊണ്ട് ഹീറോയിൻ നേരെ ആ ഒരു വില്ലന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ പരിശോധിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവർ 2 പേരെ ഹീറോയിൻ ഷൂട്ട് ചെയ്താൽ കൊല്ലുന്നു. അപ്പോൾ അതൊരു സൈലൻസ് ആയിട്ടുള്ള തോക്കാണ്, അതുകൊണ്ട് ശബ്ദം വലിയ രീതിയിൽ കേൾക്കത്തില്ല. എന്നിട്ട് ഈ ഒരു കാറിന്റെ പിറകെ തന്നെ പതിയെ പതിയെ പോയിട്ട് വെളിയിലുള്ള ഓരോന്നിനെയായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പോൾ വില്ലനാണെങ്കിലോ ഇതൊന്നും അറിയാതെ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ കാറിനകത്തിരിക്കുന്നവനാണെങ്കിലും മരിച്ചു. കാർ തനിയെ സ്റ്റാർട്ടായി പോകുന്നുണ്ട്. കാറിന്റെ പിറകെ തന്നെ പോയി ഓരോരുത്തരായിട്ട് കൊന്നുവന്ന് അവസാനം ഈ കാർ നേരെ അടുത്തുള്ള ആ ഒരു റൂമിനകത്ത് ഇടിച്ച് കയറുമ്പോഴത്തേക്കാണ് മുകളിലിരിക്കുന്ന വില്ലൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവരും തോക്കെടുത്ത് റെഡി ആയിട്ടിരിക്കുന്നതും അതിന് മുന്നേ തന്നെ ഹീറോയിൻ അകത്തേക്ക് ചെന്നിട്ട് ഓരോരുത്തരായിട്ട് കൊന്ന് അവസാനം വില്ലന്റെ റൂമിലേക്കും ചെല്ലും. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് വില്ലൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ അവളെ കാണുമ്പോഴത്തേക്കും ഹേയ് നിനക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്നതും ഇപ്പം അകത്തേക്ക് ഒരുത്തൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെയെല്ലാം ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോയിൻ അവൻ്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യും. അവൻ ഹീറോയിനെ വലിച്ച് വെളിയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും വെറുതെ വിടത്തില്ല, അവനെയും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ എല്ലാവരെയും കൊന്ന അവസാനം വില്ലന്റെ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് വില്ലൻ ഒരുപാട് തവണ ഹീറോയിനെ നേർക്ക് ഷൂട്ട് ചെയ്തിട്ട് അവസാനം അവന്റെ ബുള്ളറ്റ് തീർന്നു. ഹീറോയിൻ ഇപ്പോൾ അകത്തേക്ക് കയറി വന്ന് വില്ലൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതും അവൻ ചോദിക്കും നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും എനിക്ക് നീതി വേണം എന്ന് പറയുമ്പോൾ ഈ വില്ലന്റെ മകൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പപ്പാന്ന് വിളിക്കും. ഇത് കണ്ട ഹീറോയിന് വില്ലനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ സമയം കൊണ്ട് വില്ലൻ അടുത്തിരിക്കുന്ന ഒരു കത്തിയെടുത്ത് ഹീറോയിന്റെ വയറിലേക്ക് 2-3 കുത്ത്. എന്നിട്ട് അവന്റെ മകളെ എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ബാക്കിയുള്ളവരകത്തേക്ക് കയറി വരുമ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും വെളിയിലേക്ക് വരും. അതുപോലെ ഹീറോയിൻ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തന്നെ അവിടേക്ക് പോലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ പോകുന്നത് മിക്കി എന്ന് പറഞ്ഞിട്ട് ക്രിസിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ അവന്റെ വീട്ടിലേക്കാണ്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ ഭാര്യ അവർ മാത്രമേ ഉള്ളൂ വീട്ടിലെ. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ഹീറോയിനെ കാണുമ്പോൾ അവള് ബഹളം വെക്കുന്നതും അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി. അത് കഴിഞ്ഞ് അവളെ ഒരിടത്ത് കെട്ടിയിട്ടിട്ട് ഇപ്പോൾ ഹീറോയിന്റെ മുറിവെല്ലാം വെച്ച് കെട്ടി അവൾ നല്ലതുപോലെ ഒന്ന് റെഡിയാവുകയാണ്. എന്നിട്ട് അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് റെയ്ലി നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വെറുതെ ആണെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ തോക്കെടുത്ത് അവളുടെ തലയിലേക്ക് വെക്കുമ്പോഴത്തേക്കും അവളെ പേടിച്ച് മൂത്രം ഒഴിക്കും. എന്നിട്ടാണ് ഹീറോയിൻ പറയുന്നത് ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ ഒരു വീട് കത്തിച്ച് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നതല്ലേ, വേണമെന്നുണ്ടെങ്കിൽ നീയും ഇതിനകത്ത് തന്നെ കിടന്നു, അതായിരിക്കും നല്ലതെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ പോലീസുകാരെ ഇപ്പോൾ ഈ ഒരു ഫൈറ്റിംഗ് നടന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്നെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും ഇവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോയിൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഓരോ സ്ഥലങ്ങളും ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രതികൾ, അതേപോലെ തന്നെ ഡ്രഗ് ഡീലർമാർ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടേതായിട്ടുള്ള കേസ് തെളിയിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായി. കാരണം പിടികിട്ട പുള്ളികളെല്ലാം മരിച്ചിട്ടുണ്ട്,
ഡ്രഗ് ഡീലിംഗ് നടക്കുന്ന സ്ഥലങ്ങൾ അവർ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം എളുപ്പമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ലിസയെ കാണിക്കുമ്പോൾ ലിസ നേരെ ഇതാണ് ഹീറോയിൻ്റെ സ്ഥലമെന്ന് കണ്ടുപിടിച്ചു. അതുമല്ല, സ്റ്റാൻ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, ആ ഡിറ്റക്റ്റീവ്, അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തും. അങ്ങനെ അവൻ വന്നതും ഈ ഒരു വാൻ തുറന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ, ഈ തോക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, ദേ ഇത് തന്നെയാണ് അവളുടെ സ്ഥലം, അതുകൊണ്ട് ഉടനെ തന്നെ നമ്മളിത് ബാക്കിയുള്ളവർ വിവരം അറിയിക്കണം എന്നും പറഞ്ഞ് അവളിങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് അവൻ ലിസയുടെ മുന്നിലേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഓക്കെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണം. ലിസ ചോദിക്ക് എന്ത് പറ്റി? ഇവൻ പെട്ടെന്ന് സോറി എന്നും പറഞ്ഞ് തോക്കെടുത്ത് ലിസയെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ ഒളിച്ചിരുന്ന ആ 2 കുട്ടികളുണ്ടല്ലോ അവർ കാണുന്നുണ്ട്. എന്നിട്ട് ലിസയെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും. ഇപ്പോൾ ഇവനും ആ വില്ലൻ്റെ ആള് തന്നെയാണ്. ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ഹീറോയിനുള്ള ആ സ്ഥലം കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം ഈ വില്ലൻ്റെ ടീമിനോട് പറയുമ്പോഴത്തേക്കും അവരിപ്പോൾ തോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടി റെഡിയാവുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനെ ആ വില്ലനെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഒരിടത്തിരുന്ന് ഇങ്ങനെ കരയുന്നു. അതും ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതിനടുത്തായിട്ടുള്ള ഒരു ഗോഡൗണിലാണ് അവൾ ഇരുന്ന് കരയുന്നത്. കുറെ കഴിയുമ്പോൾ തന്നെ ഈ വില്ലനും അവൻ്റെ ആളുകളും പെട്ടെന്ന് തന്നെ ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരെയും പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഈ ബഹളങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അതിനകത്ത് കിടക്കുകയല്ലേ. പെട്ടെന്നാണ് അവളുടെ മകള് പുറകിലൂടെ വന്ന് അവളെ വിളിക്കുന്നത് പോലെ. പെട്ടെന്ന് ഹീറോയിൻ കണ്ണുറക്കുന്നതും ഈ വില്ലന്മാര് അവിടെയെല്ലാം അന്വേഷിച്ച അവസാനം ഹീറോയിൻ കിടക്കുന്ന ആ ഒരു സ്ഥലം ഇവർ കണ്ടുപിടിച്ചു. എന്നിട്ട് പറയും അവൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും, കാരണം താഴെ രക്തം കിടപ്പുണ്ട് എന്നും പറഞ്ഞ് ഇവർ പതി അകത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ഇപ്പോൾ തോക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് അവൻ നടന്നു വരുന്നത് താഴത്തെ റൂമിലൂടെയാണ്. ഹീറോയിൻ ഉള്ളത് മുകളിലും. അപ്പോൾ ഹീറോയിൻ മുകളിലുള്ള ഇരുമ്പ് പെട്ടിയുണ്ട്, അത് തള്ളി തള്ളി ഇവൻ നടന്ന് ഒരു ഹോളിന് താഴെയായിട്ട് നിൽക്കുന്നതും ആ ഹോളിലൂടെ ഹീറോയിൻ ഈ ഒരു ബോക്സ് തള്ളി അവൻ്റെ മണ്ടയ്ക്കൂടെ ഇട്ട് കൊടുക്കും. അത് വീഴുന്നതും അവൻ മരിച്ച് അവിടെ വീഴുമ്പോൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അവൻ്റെ കയ്യിലുള്ള തോക്കും അതേപോലെ തന്നെ ഈ സ്മോക്കിംഗ് ബോംബുണ്ട് അതും എടുത്ത് കയ്യിൽ വെച്ചേക്കും. കൂടാതെ അവൻ്റെ ആ ഒരു വയർലെസ് ഫോൺ ഉണ്ടല്ലോ അതും എടുത്തിട്ട് ഇപ്പോൾ ഈ വില്ലന്മാർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോയിന് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. ആ സമയം കൊണ്ട് 3 വില്ലന്മാർ വീണ്ടും അകത്തേക്ക് കയറി വരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു ഒറ്റ തോക്കും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നല്ലതുപോലെ പരിക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവർ 3 പേര് അകത്തേക്ക് വന്നിട്ട് ഇവിടെ മരിച്ചിടക്കുന്നല്ലോ അവൻ്റെ ശരീരം കാണുന്നതും ഇപ്പം ആ ശരീരം പതിയെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അവൻ അടിയിൽ തന്നെ ആ ഒരു സ്മോക്കിംഗ് ബോംബ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് പൊട്ടിത്തെറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു സ്മോക്ക് അവിടെയെല്ലാമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഗ്യാപ്പിൽ ഹീറോയിൻ എഴുന്നേറ്റ് 2 പേരെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് വളരെ സിമ്പിളായിട്ട്. അത് കഴിഞ്ഞ് 3-വനുണ്ടല്ലോ ആ വില്ലൻ്റെ കയ്യാള്, അവനെയും സ്പോട്ടിൽ വെച്ച് തന്നെ കൊല്ലുന്നു. എന്നിട്ടാണ് ആ ഒരു വയർലെസ് ഫോൺ എടുത്ത് ഇപ്പോൾ ഹീറോയിൻ വില്ലനോട് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, ദേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, അവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. അത് ഞാൻ തേടി വന്ന് കൊല്ലും. അതുകൊണ്ട് ഇപ്പം തന്നെ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണെന്ന് പറയുന്നതും ഇത് കേട്ട വില്ലൻ പെട്ടെന്ന് ഹീറോയിനോട് തിരിച്ച് സംസാരിക്കും. ഇപ്പോൾ നീ സംസാരിക്കുമ്പോൾ നിന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നീ ശ്വാസം എടുക്കുന്ന ശബ്ദം കേട്ടിട്ട്. അതുകൊണ്ട് ഇത് എളുപ്പം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എന്ത് തന്നെയായാലും നിന്നെ ഞാൻ കൊല്ലും. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ കാണാമെന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വില്ലനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവിടെ തന്നെ നിൽക്കാണ് പോവാതെ. ആ സമയം കൊണ്ട് ഹീറോയിൻ അടുത്തുള്ള വലിയൊരു വേസ്റ്റ് ബോക്സ് തുറക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ ഡിറ്റക്റ്റീവ് വന്ന ലിസ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ കിടപ്പുണ്ട്. അവളുടെ ശരീരം കാണുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ ഫോൺ എടുത്തിട്ട് ആ ഫോണിൻ്റെ ലോക്ക് അഴിച്ച് ഇപ്പോൾ അതുവഴി ഒരു ലൈവ് ഹീറോയിൻ കൊടുക്കുകയാണ്, അത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ ലൈവ് ആണെങ്കിലോ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവരും ടി വിയിലൂടെ തന്നെ കാണുന്നുണ്ട്. അത് ന്യൂസിലൂടെയാണ് ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഹീറോയിൻ ഈ ലൈവിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുറ്റവാളി ഞാൻ തന്നെയാണ്, ഇനി നിങ്ങൾ ഇതും കൂടി കാണണം എന്നും പറഞ്ഞ് ഈ വില്ലന്മാർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ക്യാമറ കാണിച്ചിട്ട്, ദേ അവിടെ നിൽക്കുന്ന ആ ഒരു പോലീസുകാരനല്ലേ അവനാണ് ഇവരുടെ ആള്, അവനൊരു FBI ഏജന്റിനെ കൊന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കുറ്റവാളി ഡിയാഗോ അത് അവനാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇതേതാണെന്ന് ഹീറോയിൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെയും അറസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കുറ്റവാളികളെയും ഒരുമിച്ച് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. അതിലൂടെ ഒരു വലിയ ഡ്രഗ് മാഫിയെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു ലൈവ് കട്ട് ചെയ്യുന്നതും ഇപ്പോൾ പോലീസുകാരെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ വില്ലൻ കാണിക്കുമ്പോൾ അവിടെ ഒളിച്ചു നിന്ന 2 കുട്ടികളുണ്ടല്ലോ അവർ 2 പേരെ ഈ വില്ലൻ കാണും. എന്നിട്ട് അവരെ അങ്ങ് പിടിക്കുന്നതും നമ്മുടെ ഡിറ്റക്റ്റീവ് പെട്ടെന്ന് അവനോട് പറയുന്നുണ്ട്, ഹേയ് അത് കുട്ടികളല്ലേ വെറുതെ വിടാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വില്ലൻ കേൾക്കത്തില്ല. പകരം ആ കുട്ടികളെ പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഹീറോയിനോട് സംസാരിക്കുകയാണ്. നീ ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഈ 2 കുട്ടികളും നിന്റെ മകൾ മരിച്ചതുപോലെ തന്നെ മരിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് അതിലൊരു പെൺകുട്ടിയെ റോഡിലേക്ക് ഇരുത്തിയിട്ട് അവളുടെ തലയിലേക്ക് തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകുന്നു.
എന്നിട്ട് കൗണ്ട് ഡൗണും പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ മുന്നിലേക്ക് വന്നേ മതിയാവൂ. കുറേ നേരം ഹീറോയിൻ സഹിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവസാനം വേറെ വഴിയില്ലാതെ ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരും. ഈ സമയം കൊണ്ട് തന്നെ ഇവിടേക്ക് പോലീസുകാരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഓക്കെ ഞാൻ ദാ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടികളെ വെറുതെ വിടുന്നു. അപ്പോൾ കുട്ടികളോട് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ അവരെ പിടിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും ഇപ്പോൾ വില്ലൻ ഹീറോയിൻ്റെ മുന്നിലേക്ക് വരും. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് എന്താ നിനക്ക് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഒറ്റയിടി. ഹീറോയിൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇടി കൊണ്ടേ മതിയാവൂ. അങ്ങനെ വില്ലനാണെങ്കിലോ തൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഹീറോയിൻ ഇടിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ വയറാണെങ്കിലും നല്ലപോലെ മുറിഞ്ഞു, നേരത്തെ ആ ഒരു കത്തി കുത്തിയതുകൊണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയും കുറേ നേരം നിർത്താതെ പെട്ടെന്ന് കാര്യം തീർക്കാൻ പറയുമ്പോൾ വില്ലൻ പറയും ഇല്ല എനിക്ക് ആസ്വദിക്കണം, ആസ്വദിച്ച് മാത്രമേ ഇവിടെ കൊല്ലാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോയിനെ ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഹീറോയിനെ ഒരു ഒറ്റ ചവിട്ട് ഹീറോയിൻ തെറിച്ച് താഴേക്ക് വീഴുമ്പോൾ അവിടെ എന്തോ ഒരു തോക്ക് കിടപ്പുണ്ട്. അത് ഹീറോയിൻ കാണും, പക്ഷെ എടുക്കത്തില്ല. അപ്പോഴേക്കാണ് വില്ലൻ അടുത്തേക്ക് വന്നിട്ട് നീ എന്നോട് തിരിച്ച് ഫൈറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്, അതായിരിക്കും കുറച്ചുകൂടി രസം, വാ എഴുന്നേറ്റ് വാ നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോഴാണ് ഹീറോയിൻ വില്ലനോട് പറയുന്നത് നിനക്കൊരു രഹസ്യം കേൾക്കണോ. ആ വില്ലൻ അടുത്തേക്ക് വരുമ്പോൾ ദേ സ്റ്റാനില്ലേ അവൻ നിന്നെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് പോലീസ് വരുന്നു. അപ്പോൾ വില്ലൻ വിചാരിക്കും സ്റ്റാനാണ് പോലീസിനെ വിളിച്ചതെന്ന്. അപ്പോൾ സ്റ്റാൻ പെട്ടെന്ന് തൻ്റെ അടിയെടുത്ത് കാണിച്ചിട്ട് പോലീസാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും പോലീസുകാരെ ചുറ്റിനും വളഞ്ഞു. ആ സമയം കൊണ്ട് വില്ലൻ സ്റ്റാനിനെ ഷൂട്ട് ചെയ്തതും കൊല്ലും. എന്നിട്ട് വില്ലൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ആ തോക്ക് കൊടുത്തിട്ട് വില്ലന്റെ പിറകെ പോവാണ്. ഇപ്പോൾ പോലീസുകാർ അവിടേക്ക് വന്നിട്ട് ബാക്കിയുള്ള കുറ്റവാളികളെല്ലാം പിടിക്കുന്നതും വില്ലനെ ഹീറോയിനെ മാത്രം കണ്ടിട്ടില്ല. വില്ലൻ ഇപ്പോൾ പോയിട്ടുള്ളത് ആ ഒരു വലിയ ബിൽഡിങ്ങിനുള്ളിലേക്ക്. അപ്പോൾ ഇത്രയും നേരം അടികൊണ്ട് കിടന്ന ഹീറോയിൻ അവൾക്ക് കഴിയാത്തത് കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെയാണ് തെറ്റിയത്. കാരണം ഹീറോയിൻ മനഃപൂർവ്വം അടി കൊള്ളുമായിരുന്നു ഈ പോലീസ് വരാൻ വേണ്ടി. ഇപ്പോൾ വില്ലനെ ഒറ്റയ്ക്ക് കിട്ടുന്നതും വേറെ ലെവലിൽ അവൻ എടുത്തിട്ട് ഇടിക്കും. വില്ലനൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയത്തില്ല, അതുപോലെയാണ് അവൻ ഇടിക്കുന്നത്. അങ്ങനെ ഇടിച്ചിട്ട് അവസാനം തോക്കും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയുന്നുണ്ട് അവസാനം സംഭവിച്ചതുപോലെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്നതും ബാക്കിയുള്ള പോലീസുകാരെല്ലാം അകത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയിനെ തടഞ്ഞ് ഏയ് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിനെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല നിങ്ങൾ അവസാനം ഈ കുറ്റവാളികളെല്ലാം സംരക്ഷിച്ചതുപോലെ തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും അങ്ങനെ ആവത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനും പെട്ടെന്ന് മനസ്സ് മാറും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴത്തേക്കാണ് വില്ലൻ പറയുന്നത് എന്നെ നീ ഷൂട്ട് ചെയ്താലും എന്നേക്കാൾ കൂടുതൽ വർഷം നീ ജയിലിൽ കിടക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിന് ദേഷ്യം വന്നിട്ട് നമ്മൾ രണ്ടുപേരും ജയിലിൽ കിടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വില്ലനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ വില്ലൻ മരിച്ച് താഴേക്ക് വീഴുമ്പോഴത്തേക്കും ഇത് കണ്ട പോലീസുകാർ പെട്ടെന്ന് ഹീറോയിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെടികൊണ്ട് ഹീറോയിനും താഴേക്ക് വീഴുന്നു. അങ്ങനെ പോലീസുകാർ ഓടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ കാണുന്നില്ല. ഹീറോയിൻ ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നും വെടികൊണ്ടിട്ടും അവൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ പോലീസുകാർ ഇനിയിപ്പോൾ അവൾ എവിടെ പോയി കാണും എന്ന് പറയുമ്പോൾ ആ ചീഫ് പറയും ഇല്ല എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതും ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളുടെ ഭർത്താവിനെയും മകളെയും കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ സെമിത്തേരി, അവിടേക്കാണ് ഹീറോയിൻ വന്നത്. എന്നിട്ട് ആ കല്ലറയുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ് ഇപ്പോൾ താഴെ വീഴുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് ഇവിടേക്ക് വന്നു. കാരണം ചീഫിനറിയാം ഹീറോയിൻ ഇവിടേക്കാണ് വന്നിട്ടുള്ളതെന്ന്. എന്നിട്ട് പറയും ഹേയ് റെയ്ലി ഇതൊരിക്കലും ഒരു അവസാനമല്ല എന്ന് പറയുമ്പോൾ അവൾ പറയും എനിക്കിതായിരുന്നു വേണ്ടത് എന്നും പറഞ്ഞ് ഹീറോയിൻ്റെ ബോധം പോകുന്നതും ആ ചീഫ് അവളുടെ കഴുത്തിൽ തൊട്ട് നോക്കിയിട്ട് ഏയ് പെട്ടെന്ന് ഇവിടേക്ക് ആളെ അയക്കാൻ പറയുമ്പോൾ അവിടേക്ക് ആൾ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇപ്പോൾ TV ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കും റെയ്ലി ചെയ്ത ആ ഒരു കാര്യത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവളുടെ കുടുംബത്തിന് കിട്ടാത്ത ആ ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഒരുപാട് പേരെ കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും പോലീസുകാർ പറയുന്നുണ്ട് ഓക്കെ റെയ്ലി ചെയ്ത കാര്യങ്ങൾക്ക് അവൾക്ക് എന്തായാലും ശിക്ഷ കിട്ടും, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ പലരും അതിനെ എതിർക്കാണ്. ഇപ്പോൾ നമ്മുടെ ചീഫിനെ കാണിക്കുമ്പോൾ ചീഫ് നേരെ റെയ്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ റെയ്ലിയോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെയ്ലി നിനക്കെന്നെ ഓർമ്മയുണ്ടോ, നീ ചെയ്ത കാര്യങ്ങൾ അതിൽ പകുതിയിലും ഒരു വലിയ മയക്കുമരുന്ന് സംഘത്തെയാണ് നീ താഴെ ഇറക്കിയത്. അതുമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കറിയാവുന്ന ഒരു നല്ല പോലീസുകാരൻ പോലുമില്ല, അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇനിയും മാറ്റം വരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നീ ഉടനെ തന്നെ ഭേദമായിട്ട് തിരിച്ചു വരുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ റെയ്ലിയുടെ കയ്യിൽ കാണിക്കുമ്പോൾ ആ വിലം കടിക്കാനായിട്ടുള്ള ലോക്ക് അവളുടെ കയ്യിൽ കൊടുത്തേക്കാണ്. എന്താന്ന് വെച്ചാൽ അവളെ രക്ഷപ്പെടാൻ വേണ്ടി അയാൾ അനുവദിച്ചു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ സെക്കൻഡ് ചാനൽ മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതിലൊരു ഭാര്യയും ഭർത്താവും ഒരു ഐലൻഡിൽ പെട്ടുപോകുന്നതും അവരവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറയുന്നൊരു മൂവി നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് താഴെ കൊടുത്തേക്കാം.
ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ എന്നടിച്ചതിന് ശേഷം അവസാനം 2.0 എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. നീല നിറത്തിലുള്ള ഒരു ലോഗോ ഉണ്ടാവും. അതാണ് നമ്മുടെ സെക്കൻഡ് ചാനൽ. മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.